വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സൂറത്തുൽ ഫാത്തിഹയിലെ 6ാമത്തെ സൂക്തമാണ് ഇത്. ഇഹ്ദി, നീ വഴികാണിക്കൂ, ഞങ്ങളെ വഴികാണിക്കൂ. അസ്സിറാത്ത്, മാർഗം, അൽ മുസ്തഖീം, ചൊവ്വായ. നീ ഞങ്ങളെ ചൊവ്വായ മാർഗം കാണിച്ചു തരൂ. ഇങ്ങനെയാണ് ഈ സൂക്തത്തിൻ്റെ അർത്ഥം. ഈ സൂക്തം സൂറത്തുൽ ഫാത്തിഹയിലെ പ്രാർത്ഥനാവാക്യമാണ്. ഈ സൂക്തം നിമിത്തമായിട്ടാണ് ഈ സൂറയ്ക്ക് സൂറത്തു ദുആ എന്ന പേര് തന്നെ വന്നത്. പ്രാർത്ഥനയുടെ അധ്യായം എന്ന പേര് വരാൻ തന്നെ കാരണം ഈ സൂക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ ചൊവ്വായ മാർഗത്തിൽ വഴി നടത്തൂ എന്ന് അള്ളാഹുവോട് അടിമ ആവശ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ എഴുത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇഹ്ദിന, നീ ഞങ്ങളെ വഴികാണിക്കൂ. അസ്സിറാത്ത്, മാർഗം. അൽ മുസ്തഖീം, ചൊവ്വായ. ഇതിൽ 3 അലിഫുകൾ വരുന്നുണ്ട്. ഒന്ന് ഇതാണ് ഇഹ്ദിയുടെ അലിഫ്, അതേപോലെ അസ്സിറാത്തിൻ്റെ അലിഫ്, പിന്നെ അൽ മുസ്തഖീമിൻ്റെ അലിഫ്. ഇങ്ങനെ 3 അലിഫുകൾ. ഈ 3 അലിഫും ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പ്രത്യേകത നമുക്ക് കാണാം. 3ന്റെ മുകളിലും ഈ ചിഹ്നമുണ്ട്. എന്തായിരുന്നു ഈ ചിഹ്നം? നേരത്തെ നമ്മൾ അൽഹംദു പഠിച്ചപ്പോൾ ആ എന്നതിന് ഹംസ ഇല്ല, ഫത്ഹ ഇല്ല, മറിച്ച് ഈ ചിഹ്നം ഉണ്ടായിരുന്നത്. അതേ ചിഹ്നം തന്നെയാണ്. അതിന് നമ്മൾ അന്നൊരു പേര് പഠിച്ചിരുന്നു, അഥവാ ഹംസത്തുൽ വസ്ൽ എന്നാണ് ഇതിന് പേര് പറയാൻ. ഹംസത്തുൽ വസ്ൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യത്തിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഉച്ചാരണ രീതി തന്നെ ഉണ്ടാവും. അതേ സമയത്ത് ഇടയിലാണ് വരുന്നതെങ്കിൽ പരസ്പരം ചേർന്നുകൊണ്ട് ഹംസ ചിലപ്പോൾ ഇല്ലാതെയായി പോകും എന്നാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ എന്ന് തന്നെയാണ്. ഇത് അറബി ഗ്രാമർ അനുസരിച്ച്, ഭാഷാ നിയമം അനുസരിച്ചിട്ട് ഈ എന്നാണ് ഇവിടെ വായിക്കേണ്ടത്. ഈ ഹിന്ദി എന്നതൊരു കൽപ്പന ക്രിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എന്ന ശബ്ദത്തിൽ അത് വായിക്കണം. അതേ സമയത്ത് ഈ സൂക്തം ഒരാൾ ഇതിൻ്റെ മുമ്പത്തെ സൂക്തമായിട്ട് ചേർത്ത് വായിക്കുകയാണെങ്കിലോ അപ്പോൾ ഈ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. അതേപോലെ ഇവിടെ തന്നെ ഇപ്പോൾ ഇത് ചേർത്ത് ഓതുമ്പോൾ ഈ അലിഫിന് ഉച്ചാരണമില്ല, ഈ അലിഫിനും ഉച്ചാരണം ഉണ്ടാവില്ല. ഇങ്ങനെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇഹ്ദിനസ്, നൂന് ഉച്ചരിച്ചിട്ട് നേരെ സ്വാദിലേക്ക് ചാടാണ്. ഇഹ്ദിനസ്, ഇഹ്ദിനസ്. അപ്പോൾ അതിനിടയിൽ അലിഫിന് ഉച്ചാരണമില്ല, ലാമിനും ശബ്ദമില്ല. അതേസമയം ഇവിടെ അലിഫിന് ഉച്ചാരണമില്ല, പക്ഷെ ലാമുണ്ടാവും. സിറാത്തുൽ, സിറാത്തുൽ മുസ്തഖീം. അപ്പോൾ അലിഫ് അവിടെയും ഉച്ചരിക്കുന്നില്ല. അതേസമയം മുറിച്ച് വായിക്കുമ്പോൾ ഇവിടെ ഈ എന്ന ശബ്ദം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അസ്സിറാത്ത് എന്ന് വായിക്കണം. അസ്സിറാത്ത്. ഇവിടെ വായിക്കുമ്പോൾ അൽ മുസ്തഖീം എന്നായിരിക്കും വായിക്കുക. ഇനി മുമ്പത്തെ സൂക്തമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഇഹ്ദിനയെ വായിക്കുമ്പോൾ എങ്ങനെ വരിക? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനു ദിന എന്നാണ് വരിക. നസ്തഈനു നുഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അപ്പോൾ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ചില സന്ദർഭത്തിൽ മാത്രം ഉച്ചാരണം ഉണ്ടാവുകയും ചിലപ്പോൾ കൂടി യോജിച്ച് അടുത്ത അക്ഷരത്തിൻ്റെ കൂടെ ചേർന്ന് വരികയും ചെയ്യുന്ന ഈ ശൈലിക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ചേർന്ന് വരുന്ന ഹംസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വേർപെടുത്തിയിട്ട് വായിക്കുമ്പോൾ അതിൻ്റെ ഏതാണോ ഹർക്കത്ത്, ആ ഹർക്കത്ത് അനുസരിച്ച് വായിക്കും. ഇവിടെ ഈ എന്നാണ് വായിക്കേണ്ടത്. ഈ ചിഹ്നം കാണുമ്പോൾ ചിലപ്പോൾ ഊ എന്നൊക്കെ വായിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ പൊതുവേ ശുദ്ധ ഖുർആൻ ഇങ്ങനെ പ്രത്യേകമായിട്ട് തന്നെ വായന പ്രത്യേകമായിട്ട് തന്നെ പഠിക്കുന്നത് കൊണ്ട് തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണമേ.
ഇനി ഈ വാക്കുകൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇഹ്ദി എന്ന വാക്കിൻ്റെ ഭൂതകാല രൂപം ഹദ, മാലി ഹദ എന്നാണ്. ഹാ, ദാല്, പിന്നെ യാ എഴുതുമ്പോൾ വരയുടെ അല്പം താഴേക്ക് വന്നിട്ട് എഴുതണം, ഹദ. ഇതിന്റെ അർത്ഥം വഴി കാണിച്ചു എന്നാണ്. ഹദ, വഴി കാണിച്ചു. ഇനി ഇതിന്റെ ഭാവികാല രൂപം മുളാരിയ, യഹ്ദി ഇങ്ങനെയാണ്. ഹദ വഴി കാണിച്ചു, യഹ്ദി വഴി കാണിക്കുന്നു അല്ലെങ്കിൽ കാണിക്കും എന്നാണ്. വർത്തമാനവും ഭാവിയൊക്കെ ഒന്ന് തന്നെയാണല്ലോ. ഹദ, യഹ്ദി. കൂടെ എപ്പോഴും ഒരു യാ ഉണ്ടായിരിക്കും. അത് ഈ വാക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. പൊതുവെ വാക്കുകളിൽ 3 അക്ഷരം ഉണ്ടായിരിക്കുമല്ലോ. അതിലൊന്ന് ഹ ആണ്, രണ്ടാമത്തേത് ദാല്, മൂന്നാമത്തേത് യ, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അവസാനം യാ ആയതുകൊണ്ട് അതിന് ശബ്ദമില്ല. ഇതൊരു അലിഫായിട്ട് കണ്ടാൽ മതി. ഹദ എന്ന് അല്പം നീട്ടിയിട്ട് വായിക്കാൻ ചെയ്യാം. ഹദ, യഹ്ദി വഴി കാണിക്കുന്നു എന്നാണ് അർത്ഥം. ഇതിൽ നിന്നാണ് അടുത്ത രൂപം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഉള്ളത് ഇഹ്ദി എന്ന് പറയുമ്പോൾ അതൊരു കൽപ്പനക്രിയയാണ്. അമ്ര എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ കൽപ്പനക്രിയയാണ്. അപ്പൊ ഇത് ഉണ്ടാകുന്ന രൂപം നോക്കാം. ഇതിന്റെ യാഇനെ കളഞ്ഞു, അതുപോലെ ഈ ആയിനെയും കളഞ്ഞു. പകരം ഇവിടെ ഒരു ഹംസ് പകരമായിട്ട് വരും, ഇങ്ങനെ. അപ്പോൾ മാറ്റി എഴുതുമ്പോൾ ഇങ്ങനെയാണ്: അലിഫ്, ഹംസ്, കസ്ര. ഇത്രയാണ് ഉണ്ടാവുക. ഇഹ്ദി. ഇതിന് അമ്ര എന്ന് പറയും, ഫിഅലുൽ അമ്ർ. ഫിഅലുൽ അമ്ർ, കൽപ്പനക്രിയ. അമ്ര എന്ന വാക്കിന്റെ അർത്ഥം കൽപ്പന എന്നാണ്. ഫിഅല്, ക്രിയ. ഫിഅലുൽ അമ്ർ, കൽപ്പനക്രിയ. ഇങ്ങനെ ധാരാളം വാക്കുകൾ പിന്നീട് അടുത്ത സൂറകളിലൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇഹ്ദി എന്ന വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു കൽപ്പനക്രിയ ആകുന്നു. ഇതിന്റെ അർത്ഥം എന്താ? നീ വഴി കാണിക്കൂ. ഇഹ്ദി, നീ വഴി കാണിക്കൂ. ഇതില് ഈ യാ നേരത്തെ ഉണ്ടായിരുന്ന ഹദ എന്നതിലെ യാ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഹ്ദി, നീ വഴി കാണിക്കൂ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇനി ഇതിന്റെ കൂടെയുള്ള അടുത്ത വാക്ക് നൂനാണ്. നാ, ഞങ്ങളെ എന്നാണ്. നാ, റബ്ബന. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ധാരാളമായിട്ട് കാണാം, റബ്ബന, ഞങ്ങളുടെ നാഥ. അപ്പോൾ ഇഹ്ദിന, ഞങ്ങളെ നീ വഴി കാണിക്കൂ. ഞങ്ങളെ നീ വഴി കാണിക്കൂ. ഞങ്ങൾ എന്ന രൂപത്തിൽ ഉപയോഗിക്കാം. ഞങ്ങളെ നീ വഴി കാണിക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീ വഴി കാണിച്ചു തരൂ എന്നാണ് ഇഹ്ദിന എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ ഈ ഇഹ്ദിയായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ തന്നെയാണ് നമുക്ക് പരിചയമുള്ള പിന്നെ ഹുദ, അതുപോലെ ഹിദായത്ത് തുടങ്ങിയ വാക്കുകളില്ലേ. ഹുദ, ഇങ്ങനെയാണ് ഹുദ എന്ന വാക്ക് എഴുതാം. അതുപോലെ ഹിദായത്ത്, ഹിദായ, രണ്ടിന്റെ അർത്ഥം സന്മാർഗം എന്നുള്ളതാണ്. അതിന്റെ ആശയം ചേർത്ത് പറയുമ്പോൾ സന്മാർഗം എന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത്. അപ്പൊ ഹദ, വഴി കാണിച്ചു. ഏത് വഴി? ഏത് വഴിയാകാം. ഒരാൾക്ക് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുകയാണ്, ഇതിലെ ഇങ്ങനെ കടന്നു പോയാൽ അവിടെ എത്താം എന്ന് വഴി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനും ഹദ എന്ന് തന്നെയാണ് പറയാം. ഇഹ്ദിന, ഞങ്ങളെ നീ വഴി കാണിക്കൂ. ഏത് വഴിയാണ് എന്നതാണ് അടുത്ത വാക്ക്. അസ്സിറാത്ത് അൽ മുസ്തഖീം. സിറാത്ത്, സിറാത്ത്, വഴി. സിറാത്ത് എന്ന് പറയുമ്പോൾ വഴി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതേ സമയത്ത് സിറാത്തിന്റെ കൂടെ തുടക്കത്തിൽ അലിഫ്ലാം ചേരുമ്പോഴാണ് ആ വഴി ഒരു പ്രത്യേക വഴിയായിട്ട് മാറുന്നത്. അസ്സിറാത്ത്.
അസ്സിറാത്ത്. അപ്പോൾ അലിഫ്ലാം ചേരുമ്പോൾ ഇംഗ്ലീഷിൽ ദി എന്ന് ഉപയോഗിക്കുന്നില്ലേ, ദി വേ എന്ന് പറയുമ്പോഴാണ് ഒരു പ്രത്യേക വഴി എന്നൊരു ആശയം അതിലുണ്ട്, അസ്സിറാത്ത്. പിന്നെ അടുത്ത വാക്ക് മുസ്തഖീം, അൽ മുസ്തഖീം. നിങ്ങൾ പേന എടുക്കാതെ നേരിട്ട് എഴുതിയിട്ട് പരമാവധി ശീലിക്കേണ്ടതുണ്ട്. ഒന്നിച്ച് വരയിലൂടെ തന്നെ വര തെറ്റാതെ നേരിട്ട് എഴുതിയിട്ട് ശീലിക്കും. അൽ മുസ്തഖീം. അൽ മുസ്തഖീം, ചൊവ്വായ, നേരായ എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. ഇഹ്ദിന, നീ ഞങ്ങളെ വഴി കാണിക്കൂ. അസ്സിറാത്ത്, ഒരു മാർഗം. അൽ മുസ്തഖീം, ചൊവ്വായ. നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിലൂടെ വഴി നടത്തൂ എന്ന് പറയാം, ചേർത്ത് പറയുന്നതിലൂടെ വഴി നടത്തൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീ ഏറ്റവും ചൊവ്വായ മാർഗം കാണിച്ചു തരൂ എന്ന് അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ സൂക്തത്തിലൂടെ ചെയ്യുന്നത്. ഈ സൂക്തം വളരെ സുപ്രധാനമായ ഒരു ആശയം നമുക്ക് നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഹ്ദി എന്നത് തന്നെയാണ്, നീ വഴി കാണിച്ചു തരും. അതിൽ ഹിദായത്ത് എന്ന മഹത്തായ ഒരു ആശയമുണ്ട്. ഹിദായ, അൽ ഹിദായ. അൽ ഹിദായ എന്ന് പറയുമ്പോൾ സന്മാർഗം എന്നാണ് അർത്ഥം. വെറും ഹിദായ അല്ലെങ്കിൽ ഹുദ എന്നൊക്കെ പറയുമ്പോൾ മാർഗം എന്നേ വരുന്നുള്ളൂ. അൽ ഹിദായ എന്ന് പറയുമ്പോൾ പിന്നെ അള്ളാഹു താല ഉദ്ദേശിക്കുന്ന ഏറ്റവും ശരിയായ മാർഗം എന്നുള്ള ആശയം കൂടി അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ വഴി കാണിക്കേണ്ടത് ആരാണ്? മനുഷ്യന് ഒരു വഴികാട്ടിയുടെ ആവശ്യമുണ്ടോ? വഴികാട്ടി ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ലേ? അങ്ങനെ വഴികാട്ടിയെ അറിയാതെ അല്ലെങ്കിൽ അന്വേഷിക്കാതെ എത്രയോ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? എന്തിനാണ് ഒരു വഴികാട്ടി? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ സൂക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, മനുഷ്യന് വഴികാട്ടി ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ആവശ്യമുണ്ടെങ്കിലല്ലേ ഒരാളെ നാം വഴികാട്ടിയായിട്ട് സ്വീകരിക്കേണ്ടതുള്ളൂ. മനുഷ്യൻ സ്വയം പര്യാപ്തനാണോ? സ്വയം വഴി കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകാൻ അവന് സാധിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധ്യമല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഉത്തരം. മനുഷ്യന്റെ പ്രത്യേകത കഴിഞ്ഞ സൂക്തത്തിൽ നാം മനസ്സിലാക്കി. അള്ളാഹുവോട് സഹായം തേടാതെ നിലനിൽക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ് മനുഷ്യനുള്ളത്. അപ്പോൾ മനുഷ്യനെ സ്വയം വഴി കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകാൻ സാധ്യമാണോ? വേണമെങ്കിൽ നമുക്ക് പറയാം, എനിക്ക് കണ്ണുണ്ട്, കാതുണ്ട്, നാവുണ്ട്, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ചിന്താശേഷിയുണ്ട്, എല്ലാം ഉപയോഗപ്പെടുത്തി ഞാൻ ഏറ്റവും നല്ല വഴിയിലൂടെ മുന്നോട്ട് പോകും. അങ്ങനെ സ്വയം ഞാൻ എൻ്റെ വഴി കണ്ടെത്തും എന്ന് പറയാം. യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും, പക്ഷെ നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട്. ഈ ചുമരിനപ്പുറമുള്ളത് കാണാൻ കഴിയില്ല. കേൾക്കാൻ കഴിയും, പക്ഷെ അതും ഒരു ദൂരത്തിനപ്പുറമുള്ളത് കേൾക്കാൻ കഴിയില്ല. സംസാരിക്കാൻ കഴിയും, അതുപോലെ ചിന്തിക്കാൻ കഴിയും, പക്ഷേ നമ്മുടെ അനുഭവ ലോകത്തിനപ്പുറം, നാം അറിഞ്ഞതിനപ്പുറമുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇത് ഓരോ മനുഷ്യനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിമിതിയാണ്. ഇവിടെയാണ് മനുഷ്യന് വഴികാട്ടി ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന ചർച്ച അനിവാര്യമായി വരുന്നത്. തീർച്ചയായും കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നത് ഒരു വഴികാട്ടി ഇല്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഒരു വഴികാട്ടി മനുഷ്യന് അനിവാര്യമാണ്. എങ്കിൽ ആരെയാണ് മനുഷ്യൻ വഴികാട്ടിയായി സ്വീകരിക്കേണ്ടത്? പലപ്പോഴും ഈ ലോകത്ത് സംഭവിക്കുന്നത് നമ്മെപ്പോലെയുള്ള മനുഷ്യരെ തന്നെ നാം വഴികാട്ടികളായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു അടിമയാണ്, നിങ്ങളും അടിമകളാണ്. എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എന്നെ വഴികാട്ടിയായിട്ട് സ്വീകരിക്കുക? എൻ്റെ പിൻവശം എനിക്ക് കാണാൻ സാധ്യമല്ല. എൻ്റെ കാഴ്ചക്കും അറിവിനും എല്ലാം പരിമിതിയുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത നിമിഷത്തെക്കുറിച്ച് പ്രവചിക്കാൻ സാധ്യമല്ല. തൊട്ടടുത്ത എൻ്റെ സെക്കൻഡിൽ, ഒരു മിനിറ്റിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധ്യമല്ല. പിന്നെ എനിക്കെങ്ങനെയാണ് നിങ്ങൾ വഴികാട്ടിയാവാൻ സാധിക്കുക? ഒരിക്കലും കഴിയില്ല. ഇതാണ് നാം ഓരോരുത്തരും അനുഭവിക്കുന്ന
യഥാർത്ഥ പരിമിതി എന്ന് പറയുന്നത്. ഇവിടെയാണ് മനുഷ്യന് വഴികാട്ടിയാവേണ്ടത് അവൻ്റെ സൃഷ്ടാവ് തന്നെയാണ്. ഒരു ഉപകരണം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഒരു ഉപകരണം ആരാണോ നിർമ്മിച്ചത്, ആ നിർമ്മിച്ച ഫാക്ടറിയുടെ ഉടമയാണ് അല്ലെങ്കിൽ ആ കമ്പനിയാണ് ഈ ഉപകരണം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് പഠിപ്പിച്ചു തരുന്നത്. ഇതേപോലെ മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ, മനുഷ്യനൊരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ തീർച്ചയായും ആ സൃഷ്ടാവായിരിക്കണം മനുഷ്യന് വഴി കാണിക്കേണ്ടത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. അതിനാൽ ഒരു വഴികാട്ടി ഇല്ലാതെ മുന്നോട്ട് പോവുക അസാധ്യമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് സ്വീകരിച്ചിരിക്കുന്ന മാർഗം എന്താണ്? മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കാൻ സ്വീകരിച്ച മാർഗം എന്താ? ഖുർആനിലൂടെ തന്നെ അള്ളാഹു തആല ഉണർത്തുന്നുണ്ട്, ഇന്ന അലൈനാലൽ ഹുദ, നിശ്ചയം മാർഗദർശനം നമ്മുടെ ബാധ്യതയാണ്. സൂറത്തുൽ ലൈലിൽ അള്ളാഹു തആല പഠിപ്പിക്കുന്നു, ഇന്ന അലൈന ലൽ ഹുദ, നിശ്ചയം മാർഗദർശനം, വഴി കാണിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാകുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, അങ്ങനെ സൃഷ്ടിച്ചിട്ട് കീ കൊടുത്ത് വിട്ടതല്ല, മറിച്ച് അവന്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും വഴികാട്ടിയായിട്ട് അള്ളാഹു തആല കൂടെ ഉണ്ടാകും എന്നാണ് ഇതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ തന്നെ അള്ളാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, സത്യാന്വേഷികൾക്ക് ഇതിൽ ഈ ഗ്രന്ഥത്തിൽ മാർഗദർശനമുണ്ട്. ഫീഹി ഹുദൻ, ഇത് വഴികാട്ടിയാകുന്നത്. ഹുദൻ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്നതാണിത്. പിന്നെ എന്താ, അല്ലാഹു സുബ്ഹാനഹു തആല ചില മനുഷ്യർക്ക് ഇത് നൽകുകയും ചിലർക്ക് നൽകാതിരിക്കുകയും ചെയ്തത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ചിലർക്ക് മാത്രം ലഭിച്ചു, ചിലർക്ക് ലഭിച്ചില്ല. അത് പക്ഷപാതിത്വമല്ലേ എന്ന് ആലോചിക്കാം. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? വഴി അന്വേഷിക്കുന്നവനാണ് അത് കണ്ടെത്താൻ കഴിയുക, അന്വേഷിക്കാത്തവന് കണ്ടെത്താൻ കഴിയില്ല. അത് സ്വാഭാവികമാണ്. ബോധപൂർവം വഴി അന്വേഷിച്ചാൽ തീർച്ചയായും കണ്ടെത്താൻ കഴിയും, അല്ലാത്തവർക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നത് മാത്രമാണ് അതിൻ്റെ ഉത്തരം. അല്ലാഹു മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നത് ഏറ്റെടുത്തിരിക്കുന്നു. ആദി മാതാപിതാക്കൾ ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ഭൂമിയിലേക്ക് വരുമ്പോൾ പടച്ചതമ്പുരാൻ നൽകിയ ഒരു വാക്കുണ്ട്, فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. എന്നിൽ നിന്ന് നിങ്ങൾക്ക് മാർഗദർശനം ലഭിക്കുകയാണെങ്കിൽ ആ മാർഗദർശനത്തെ ആർ പിൻപറ്റുന്നുവോ അവൻ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹു മുഴുവൻ മനുഷ്യർക്കും വഴി കാണിച്ചു കൊടുക്കാൻ സന്നദ്ധനാണ്. അത് അവൻ സ്വയം ഏറ്റെടുത്ത കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതൊക്കെ നിലയിലാണ് അള്ളാഹു വഴി കാണിച്ചു തരുന്നത്? ഏതൊക്കെ നിലയിലാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വഴികാട്ടിയാവുന്നത്? ഖുർആൻ തന്നെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോഴും നമുക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടും. എല്ലാ രംഗത്തും അള്ളാഹുവിൻ്റെ നിതാന്തമായ ജാഗ്രതയും അതേപോലെ നമ്മുടെ നന്മക്ക് വേണ്ടിയുള്ള മാർഗദർശനവും നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്ന് പ്രകൃതിപരമായ മാർഗദർശനമാണ്. പ്രകൃതിപരമായ മാർഗദർശനം അതെങ്ങനെയാണ്? ഒരു കുഞ്ഞ് പെറ്റു വീണാൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാണ് കുഞ്ഞ് കരച്ചിൽ നിർത്തുക? അതിൻ്റെ ഉമ്മയുടെ അമ്മിഞ്ഞ പാല് നുണയുമ്പോൾ മാത്രം കുഞ്ഞ് കരച്ചിൽ നിർത്തുള്ളൂ. ഇതാരാണ് ഈ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുത്തത്? ഇതാണ് പ്രകൃതിപരമായ മാർഗദർശനം എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ജീവികൾക്കും നിലനിൽക്കാൻ ആവശ്യമായ സംവിധാനം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കോഴിക്കുഞ്ഞ് മുട്ടയിൽ നിന്ന് വിരിയുമ്പോഴേക്കും അത് അന്നം തേടിയിട്ട് പരക്കം പായുന്നത് കാണാം. ഇതുവരെ പുഴ കണ്ടിട്ടില്ലാത്ത, വെള്ളം കണ്ടിട്ടില്ലാത്ത ഒരു പശുവിനെ നദിയിലേക്ക് നമ്മൾ തള്ളിവിടുമ്പോൾ അത് നീന്തി മറുകര എത്തുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റും. എവിടെയെങ്കിലും ഒരു പഞ്ചസാര മണി അല്ലെങ്കിൽ ഒരു മധുരം വീണാൽ എവിടെ നിന്നെങ്കിലും ഒരു ഉറുമ്പ് അവിടെ എത്തിയിരിക്കും. എവിടെയെങ്കിലും ഒരു പൂ പുഷ്പിച്ചാൽ അതിൽ പൂമ്പൊടി ഉണ്ടെങ്കിൽ, തേനുണ്ടെങ്കിൽ തേനീച്ച അവിടെ എത്തിയിട്ട് അത് ശേഖരിക്കും. ഇതൊക്കെ വഴികാണിക്കലല്ലേ? ദേശാടന പക്ഷികൾ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് ലക്ഷ്യങ്ങളിലെത്തുന്നു, തിരിച്ചു പോകുന്നു. ഇതൊക്കെ ഈ മാർഗദർശനമാണ്, പ്രകൃതിപരമായ
മാർഗദർശനമാണ് ഇതൊക്കെ. ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിലും അല്ലാഹു തആല വഴി കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യന് അതുമാത്രം മതിയോ? പോരാ. അവന് സാൻമാർഗികമായ മാർഗദർശനം അനിവാര്യമാണ്. നന്മയും തിന്മയും വേർതിരിച്ചറിയണം, സത്യവും അസത്യവും തിരിച്ചറിയണം, ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യാൻ കഴിയണം, തിരഞ്ഞെടുക്കാൻ കഴിയണം. അപ്പം ഇങ്ങനെ മനുഷ്യന് അതിനും അപ്പുറത്ത് മാർഗദർശനം ആവശ്യമുണ്ട്. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു. മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു എന്തൊക്കെ സംവിധാനങ്ങളാണ് ഒരുക്കിയത്? അങ്ങനെ പ്രത്യേകിച്ച് വല്ലതും ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരുപക്ഷെ വിശുദ്ധ ഖുർആനായിരിക്കും, വേദഗ്രന്ഥമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയും പ്രവാചകന്മാരുണ്ട്. അപ്പൊ അതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് മാർഗദർശനമാണ് അള്ളാഹു നൽകുന്നത്? വല്ലതും നൽകിയിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അള്ളാഹു മനുഷ്യർക്ക് വേണ്ടിയിട്ട് വേദഗ്രന്ഥവും പ്രവാചകത്വവും മാത്രമേ നൽകിയിട്ടുള്ളൂ എങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ സന്ദേശം ലഭിക്കും? ഒരു മുസ്ലിമിനോട് നീ എങ്ങനെ സത്യത്തിലെത്തി അല്ലെങ്കിൽ സത്യാന്വേഷിയായി മുസ്ലിമായി എന്ന് ചോദിക്കുമ്പോൾ അയാൾ എന്താ മറുപടി പറയാം? എൻ്റെ ഉമ്മയും വാപ്പയും മുസ്ലിമായിരുന്നു, അതുകൊണ്ട് ഞാനും മുസ്ലിമായി. ഇങ്ങനെയാണ് പൊതുവെ നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു മറുപടി. അപ്പൊ അല്ലാഹു തആല മറ്റുള്ളവരോട് പക്ഷപാതം കാണിച്ചില്ലേ? നമ്മെ പോലെ മറ്റുള്ളവർക്ക് സത്യം അറിയാനുള്ള മാർഗമില്ലായിരുന്നല്ലോ. നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചു തന്ന വഴിയിലൂടെ ചെറുപ്പനാൾ മുതലേ നമ്മൾ നടന്നതുകൊണ്ട് ഈ മാർഗത്തിലെത്തി എന്ന് പറയാം. അപ്പൊ മറ്റുള്ളവർക്ക് എങ്ങനെ കിട്ടും? ഇവിടെയാണ് അള്ളാഹുവിന്റെ മാർഗദർശനം എന്നത് പക്ഷപാതപരമാണോ അല്ലയോ എന്ന് നാം ചിന്തിക്കേണ്ടി വരുന്നത്. നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു ഒരിക്കലും നമ്മോട് അനീതി കാണിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ സംവിധാനങ്ങളാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചത്. ഉദാഹരണത്തിന് പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, അതുപോലെ സ്പർശനശേഷി ഒക്കെ ഇല്ലേ? ഈ സംവിധാനങ്ങൾ മുസ്ലിമിന് മാത്രമാണോ ഉള്ളത്? അല്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ അനുഭവിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. എല്ലാവരും കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു, രുചിക്കുന്നു, അല്ലേ, തൊട്ടറിയുന്നു. എല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ഇത് എല്ലാ മനുഷ്യരും ഒരേപോലെ അനുഭവിക്കുന്നുണ്ട്. അത് വിശ്വാസിയും അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു തആല പ്രകൃതിപരമായി തന്നെ മനുഷ്യന് അന്വേഷണ ശേഷി നൽകിയിട്ടുണ്ട്, തിരിച്ചറിയാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്, ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഹിദായത്തിന്റെ ഭാഗമല്ലേ? ഹിദായത്തിന്റെ ഭാഗമാണ്. പിന്നെയോ അതോടൊപ്പം തന്നെ ചിന്തിക്കാനുള്ള കഴിവ് നൽകി, കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി, ഏറ്റവും നല്ല തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നൽകി, വിവേചന ബോധം നൽകി. ഇതൊക്കെ ഓരോ മനുഷ്യനുമില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും താൻ ജനിച്ചു വളരുന്ന സാഹചര്യത്തെ ഒന്ന് പഠിക്കാനും അറിയാനും ശ്രമിച്ചാൽ ഏറ്റവും നല്ലത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ലേ? കഴിയും. അതിനാവശ്യമായ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതിനാവശ്യമായ സംവിധാനങ്ങൾ അള്ളാഹു നമ്മുടെ അകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തന്നെ അള്ളാഹു തആല നമ്മുടെ അകത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് സത്യം അറിയുവാൻ, സന്മാർഗം പ്രാപിക്കുവാൻ അള്ളാഹു എല്ലാവർക്കും, മുഴുവൻ മനുഷ്യർക്കും ഒരേപോലെ അവസരം നൽകിയിരിക്കുന്നു. അവൻ അനീതി കാണിച്ചിട്ടില്ല, പക്ഷപാതം കാണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുക. അതാണ് അള്ളാഹു നമുക്ക് മാർഗദർശനം നൽകുന്നു എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. പിന്നെ എങ്ങനെ ഒരാള് യഥാർത്ഥ സത്യത്തിൽ എത്തിച്ചേരും? അയാൾ വീണ്ടും ഒരുപാട് മുന്നോട്ട് പോകേണ്ടി വരും. ഒരുപാട് മതിൽക്കെട്ടുകൾ, പാരമ്പര്യത്തിന്റെ, അന്ധവിശ്വാസങ്ങളുടെ, മുൻധാരണകളുടെ, സാഹചര്യങ്ങളുടെ പല മതിൽക്കെട്ടുകളും അയാൾ തകർത്തെറിയേണ്ടി വരും. എങ്കിൽ മാത്രമാണ് യഥാർത്ഥ വെളിച്ചത്തെ പ്രാപിക്കാൻ അയാൾക്ക് സാധിക്കുള്ളൂ. അത് മറ്റൊരു വിഷയമാണ്. ഒരുപക്ഷെ നാം മുസ്ലിം ആകുമ്പോൾ നമ്മുടെ മുൻഗാമികളായ മാതാപിതാക്കൾ ഇതുപോലെ ഒരുപാട് ഇരുട്ടറകൾ ഭേദിച്ച് സത്യത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് പാരമ്പര്യങ്ങളെ അവർ തല്ലി തകർത്തിട്ടുണ്ട്.
അതുകൊണ്ടാണ് അവർക്ക് ഈ സത്യം അനുഭവിക്കാൻ കഴിഞ്ഞത്. ആ ആനുകൂല്യത്തിലാണ് നാം ഇന്ന് ഈ സത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ മാർഗദർശനത്തിൻ്റെ എല്ലാ സംവിധാനവും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പഞ്ചേന്ദ്രിയങ്ങൾ, ചിന്താശേഷി, വിവേചനബോധം, അതിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ പ്രവാചകനിൽ എത്തിച്ചേരും, വേദഗ്രന്ഥത്തിൽ എത്തിച്ചേരും, അതുവഴി സാക്ഷാൽ സൃഷ്ടികർത്താവിൽ എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സൂക്തത്തിലൂടെ അല്ലാഹു തആല അവനോട് ഇത് തേടുവാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടാണ്. ഇഹ്ദിന, ഞങ്ങൾക്ക് നീ വഴി കാണിച്ചു തരൂ. എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? അള്ളാഹുവിനെ ഇങ്ങോട്ട് തന്നാൽ പോരെ, ചോദിക്കേണ്ട കാര്യമുണ്ടോ? ചോദിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു കൊടുക്കുള്ളൂ. ഇത് ഒരു ഓശാരമായിട്ട് അഥവാ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ സ്വീകരിച്ചു എന്ന നിലയ്ക്ക് വെറുതെ നൽകാൻ അള്ളാഹു സന്നദ്ധനല്ല. എനിക്ക് മാർഗദർശനം ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ഇത് ലഭിക്കുള്ളൂ എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇഹ്ദിന എന്ന് ചോദിക്കാൻ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ സൂക്തത്തിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് നാം അള്ളാഹുവോട് ഏറ്റു പറഞ്ഞു. ഇവിടെ അള്ളാഹു തആല എങ്ങനെ ചോദിക്കണം എന്ന് പഠിപ്പിക്കാം. ഇഹ്ദിന, ഞങ്ങളെ നീ വഴി കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇഹ്ദിന, നീ ഞങ്ങളെ വഴി കാണിക്കൂ. അസ്സിറാത്ത്, അസ്സിറാത്ത്, ആ മാർഗം, ഒരു പ്രത്യേക മാർഗത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും വഴിയല്ല. ഏതെങ്കിലും വഴിയിലൂടെ സഞ്ചരിക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് വഴികാട്ടിയുടെ ആവശ്യമില്ല. അലസമായ ഏത് വഴിയിലൂടെ നമുക്ക് കയറി ഇറങ്ങാം. പക്ഷെ ഇവിടെ അസ്സിറാത്ത്, ഒരു നിർണിതമായ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കണം എന്നുള്ളതാണ്. അതിനെ ഒന്നുകൂടി വ്യക്തമാക്കാനാണ് അൽ മുസ്തഖീം, ചൊവ്വായ എന്ന് പ്രത്യേകമായിട്ട് തന്നെ അവിടെ സൂചിപ്പിക്കുന്നത്. അസ്സിറാത്ത് അൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലൂടെ വഴി നടത്തണമേ. മനുഷ്യന് പലപ്പോഴും വഴികാട്ടിയാവാറുണ്ട്. അത് ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അറിയാൻ ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അതിനുമപ്പുറം ചിന്താപരമായ വഴികാട്ടലുണ്ട്. അതുപോലെ ഒരാളുടെ ജീവിതം ഏത് മാർഗത്തിൽ സമർപ്പിക്കണം എന്നൊക്കെ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് പിഴച്ചു പോകുന്നു. അത് കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വിഷയം തന്നെയാണ്. അടിമ മറ്റൊരടിമക്ക് എങ്ങനെ വഴി കാണിച്ചു കൊടുക്കും? അവിടെയാണ് വഴികാട്ടേണ്ടത് സാക്ഷാൽ സൃഷ്ടാവാണ് നാം തിരിച്ചറിയുന്നത്. ആ വഴി ഏതായിരിക്കണം? അൽ മുസ്തഖീം, ചൊവ്വായ, ഋജുവായ, വക്രതയില്ലാത്ത മാർഗമായിരിക്കണം. മനുഷ്യൻ നിയമങ്ങൾ പലതും പടക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഓരോ രാജ്യത്തും ഭരണഘടനയും നിയമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ആ നിയമങ്ങളിലൊക്കെ പലപ്പോഴും ധാരാളം വക്രതയും അതുപോലെ തന്നെ രക്ഷപ്പെടാനുള്ള പഴുതുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള നിയമങ്ങളിൽ യാതൊരു വിധത്തിലുള്ള വക്രതയും പഴുതുകളും ഉണ്ടാവില്ല എന്നാണ് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മുടെ നാട്ടിൽ മദ്യം അനുവദനീയമാണ്. അതേസമയത്ത് അത് ദുഷിച്ചതാണ്, അത് ഉപദ്രവകരമാണ് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരിക്കലും അത് പൂർണ്ണമായിട്ട് നിരോധിക്കാൻ സാധിക്കുന്നില്ല ഭരണകൂടത്തിന്. അതിനുള്ള ആത്മധൈര്യം പോരാ എന്നാണ് കാണാൻ കഴിയും. അപ്പം അതിന് അപ്പുറത്ത് അൽ മുസ്തഖീം, ചൊവ്വായ, നിഷ്കളങ്കമായ, പ്രകൃതിപരമായ, ഏറ്റവും ഉത്തമമായ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് ദൈവികമായ മാർഗനിർദ്ദേശം എന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അൽ മുസ്തഖീം ആയ മാർഗത്തിലൂടെ ഞങ്ങളെ നീ വഴി നടത്തണമേ എന്ന് അള്ളാഹുവോട് ഇവിടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഏതാ മാർഗം? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം 153 സൂക്തം ഇങ്ങനെയാണ്: വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉ വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. സൂറത്തുൽ അൻആം 153. ഈ സൂക്തം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സഹാബത്തൊക്കെ കൂടിയിരിക്കുന്ന ഒരു സദസ്സിലെ ഒരു വടി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മണലിൽ ഒരു വര വരച്ചു. ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ചിത്രം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമനായ അധ്യാപകനാണല്ലോ.
അപ്പൊ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വര വരച്ചു ആദ്യം. എന്നിട്ട് പറഞ്ഞു അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ ചൊവ്വായ മാർഗം എന്ന് റസൂലുള്ള അതിനെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫത്തബിഉ, നിങ്ങൾ ഇതിനെ പിന്തുടരുവിൻ, പിൻപറ്റുവിൻ. വലാ തത്തബിഉ സുബുൽ, ഇങ്ങനെ രണ്ട് വശത്തും വേറെ കുറെ വരകൾ വരച്ചു. വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത്, അസുബുൽ, ഈ മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. അങ്ങനെ പിൻപറ്റിയാലോ ഫതഫറഖ ബികും അൻ സബീലി, അള്ളാഹുവിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ചു പോകും. ദാലിക്കും വസാക്കും, ഇതാണ് നിങ്ങളോടുള്ള വസിയത്ത്, ബിഹി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. അപ്പോൾ നന്മയിലേക്ക്, സത്യത്തിലേക്ക് ഒരു വഴി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വഴിയാണ് സിറാത്ത് മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മളൊരു ഉദാഹരണം പറയാറില്ലേ, ഒരു പോയിന്റിൽ നിന്ന്, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് എത്ര നേർരേഖകൾ വരക്കാം? എത്ര വരക്കാൻ കഴിയും? ഒരു രേഖ മാത്രമേ വരക്കാൻ കഴിയുള്ളൂ. നേരെ വരക്കുകയാണെങ്കിൽ ഒരു വര മാത്രമായിരിക്കും നമുക്ക് വരക്കാൻ കഴിയും. ഒരു ബിന്ദുവിൽ നിന്ന് അടുത്ത ബിന്ദുവിലേക്ക് ഒരു നേർരേഖ മാത്രമേ വരക്കാൻ കഴിയൂ. വേറെ വരകൾ വരക്കാൻ കഴിയുമോ ഈ ബിന്ദുവിൽ നിന്ന് ഈ ബിന്ദുവിലേക്ക് എന്ന് ചോദിച്ചാൽ കഴിയും. പക്ഷെ അത് ഇങ്ങനെ ഇരിക്കും അല്ലേ, വളഞ്ഞ വരകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക്, അഥവാ മനുഷ്യനിൽ നിന്ന് സൃഷ്ടാവിലേക്ക് നേർക്ക് നേരെ ഒറ്റ ഒരു വര മാത്രമേ വരക്കാൻ പറ്റുള്ളൂ. അതാണ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വഴിയിലൂടെ മുന്നേറുവാനാണ് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്നുള്ളതാണ്. അപ്പോൾ ഈ അധ്യായത്തിൻ്റെ മർമ്മപ്രധാനമായ വശമാണ്, അല്ലെങ്കിൽ സൂക്തമാണ് ഈ 6ാമത്തെ സൂക്തം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നീ ചൊവ്വായ മാർഗത്തിൽ വഴി നടത്തണമേ. എന്തിനാണ് ഈ കാര്യം പറയാൻ വേറെ കുറേ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത്? നേരെ പറഞ്ഞാൽ പോരെ? ഇത്രയും കാര്യങ്ങൾ മുമ്പ് പറഞ്ഞതിന് ശേഷം വേണമോ ഈ കാര്യം അള്ളാഹുവോട് പറയാൻ? ഇവിടെ അള്ളാഹു തആല പ്രാർത്ഥനയുടെ മര്യാദ പഠിപ്പിക്കാൻ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരാളുടെ അടുക്കൽ ഒരു സഹായം തേടിയിട്ട് ചെല്ലുമ്പോൾ കാണുമ്പോൾ തന്നെ ആവശ്യം ഉന്നയിക്കുകയാണോ ചെയ്യാം? 1000 രൂപ കടം വേണം. എങ്ങനെയായിരിക്കും നമ്മൾ ആ വിഷയം ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാം? അസ്സലാമു അലൈക്കും, 1000 രൂപ വേണം എന്നാണ് പറയാം? അങ്ങനെയല്ല. ചെന്ന് സലാം പറഞ്ഞ് വിശേഷങ്ങളൊക്കെ തിരക്കി, സുഖം തന്നെയല്ലേ, കുടുംബത്തിനൊക്കെ എങ്ങനെയുണ്ട്, ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് ഞാനിപ്പോൾ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വിഷയം അവതരിപ്പിക്കുക. ഇതേപോലെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ, തേടുമ്പോൾ അള്ളാഹുവെ വാഴ്ത്തുകയും അള്ളാഹുവിൻ്റെ കഴിവുകൾ അംഗീകരിക്കുകയും അള്ളാഹുവിനെ പരിപൂർണമായും അടിമപ്പെട്ടവനാണ് ഞാൻ എന്ന് അള്ളാഹുവെ ബോധ്യപ്പെടുത്തുകയും ആ നിലക്ക് അള്ളാഹുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട്, പഠിച്ചവനെ, അതുകൊണ്ട് എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴിയിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ പഠിച്ചവനെ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം ആവശ്യം ഉന്നയിക്കുക ചെയ്യുന്നത്. ഒരുപക്ഷെ അള്ളാഹുവെ മുമ്പ് കിട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കാം? വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ? നമ്മുടെ ജോലി സംബന്ധമായിട്ട്, കുടുംബ പ്രശ്നങ്ങൾ, മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യം, മക്കളുടെ ഭാവി, പഠനം, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് രോഗങ്ങൾ, പിന്നെ മാനസിക പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ടാവും. അതെല്ലാം പറയാം. പക്ഷെ അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട വിഷയം ഏതാ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഇതില്ലെങ്കിൽ വേറെ എന്ത് നേടിയിട്ടെന്താ? യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ജീവിതം വിജയം പ്രാപിക്കണമെങ്കിൽ ഇത് മാത്രമേ മാർഗമുള്ളൂ. ചൊവ്വായ മാർഗത്തിലൂടെ, അള്ളാഹു നിശ്ചയിച്ച വഴിയിലൂടെ മുന്നേറുക. ആ വഴി നമുക്ക് എങ്ങനെ ലഭിക്കും എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിലൂടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തിലൂടെ, അതിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ തീർച്ചയായിട്ടും ഏറ്റവും ഉത്കൃഷ്ടമായ മാർഗം കണ്ടെത്താൻ നമുക്ക് കഴിയും. സൂറത്തുൽ ഫാത്തിഹയിലെ പ്രാർത്ഥനാ വാക്യം ഏത് എന്ന് ചോദിച്ചാൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നാണ് അതിൻ്റെ ഉത്തരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ചൊവ്വായ മാർഗം കണ്ടെത്തുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുവാനും
സ്വർഗം നേടിയെടുക്കുവാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.